സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. കൈകൾ വീശി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ താഴ്ത്താം. സ്നേഹമുള്ളവരെ, ആമുഖമൊന്നുമില്ലാതെ നേരെ നമ്മൾ ഇന്ന് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം, നിങ്ങളുടെ പാളയത്തെ നിങ്ങൾ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം എന്നുള്ള വചനമാണ്. പറയാമോ ഹല്ലേലൂയ? ഇതിൻ്റെ ദൈവവചനം നമ്മൾ കാണുന്നത് നിയമാവർത്തന പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനമാണ്. നമ്മളിതിൻ്റെ അടിസ്ഥാന വചനമായി നമ്മൾ വായിക്കുക. ഒന്ന് ഉറക്കം നമുക്ക് വായിക്കാം. നിന്നെ സംരക്ഷിക്കുവാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമല്ലാത്തത് എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയത്തെ പരിശുദ്ധമായി സൂക്ഷിക്കുക. പറയാമോ ഹല്ലേലൂയ? ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ചിന്താവിഷയം, നമ്മുടെ പാളയത്തെ നാം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്റെ ശത്രുക്കളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുവാൻ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമല്ലാത്തത് എന്തെങ്കിലും കണ്ട് അവിടുന്ന് നിന്റെ പാളയം വിട്ടകന്നു പോകാതിരിക്കുവാൻ നീ നിന്റെ പാളയത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. പറയാമോ ഹല്ലേലൂയ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ നാം ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ അനേകം സ്ഥലങ്ങളിൽ കൺവെൻഷനുകൾക്ക് പോകുമ്പോൾ, ധ്യാനങ്ങൾക്കായി പോകുമ്പോൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരുന്ന എല്ലാവരും പറഞ്ഞ അച്ഛാ, ഭയങ്കര ബന്ധനമാണ് അച്ഛാ, വീട്ടിൽ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അച്ഛാ, എത്ര അധ്വാനിച്ചിട്ട് മേൽഗതി ഉണ്ടാവുന്നില്ല, സാമ്പത്തിക മേഖലയിൽ അടിക്കടി പരാജയങ്ങൾ മാത്രം, ഒരാൾക്ക് കഴിയുമ്പോൾ വേറൊരാൾക്ക് രീതിയിൽ വീട്ടിൽ രോഗങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, കുടുംബത്തിൽ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വിദേശ യാത്രയുടെ തടസ്സങ്ങൾ എന്നിങ്ങനെ പല വിധത്തിലുള്ള ബന്ധനങ്ങളിൽ കഴിയുന്ന വ്യക്തികളാണ് അനേകര് ഇന്ന് കടന്നു വരിക. ഇവിടെ ഇപ്പോൾ ഈ ഒരു വിശുദ്ധ ദിവസത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടി നമ്മളെല്ലാവരും ഇങ്ങനെ പല വിധത്തിലുള്ള ബന്ധനങ്ങൾ കടപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം എന്താ? ഈ ബന്ധനം ഒന്ന് അഴിയണം, ഈ കെട്ടുകളൊന്ന് അഴിയണം, എൻ്റെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാവണം, എൻ്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കണം, എൻ്റെ വ്യക്തി ജീവിതം അനുഗ്രഹം പ്രാപിക്കണം, എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന നന്മകൾ സ്വീകരിച്ച് ഒരു നല്ല ജീവിതം നയിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറെ കഷ്ടപ്പെട്ട് ബൈബിൾ കൺവെൻഷനുകൾക്കായി, ധ്യാനങ്ങൾക്കായി അട്ടപ്പാടിയിലും അണക്കരയും എന്നും വേണ്ട ഒത്തിരിയേറെ സ്ഥലങ്ങൾ നമ്മൾ പോകുകയും പങ്കെടുക്കുകയും ചെയ്യുന്നത്. എന്നാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പലരുടെയും ചിന്ത നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ ആരെങ്കിലും എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിൻ്റെ പരിണിത ഫലമാണെന്നാണ് പലരും ചിന്തിക്കുക. അച്ഛാ, എനിക്കെതിരെ ഇന്നയാള് ഇന്ന് മന്ത്രം ചെയ്തു, കൂടോത്രം ചെയ്തു, അവരെന്തൊക്കെയോ എനിക്കെതിരെ ചെയ്തിട്ടുണ്ട്, എൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് അത് കിട്ടിയിട്ടുണ്ട്, ഇത് കിട്ടിയിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം അവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്യുന്ന പലതരത്തിലുള്ള പ്രവൃത്തികളെക്കുറിച്ചും നമ്മൾ ഭയങ്കര ഉത്കണ്ഠാകുലരും ആകുലരുമാണ്. ഇതാണ് നമ്മുടെ ബന്ധനമെന്നാണ് ഏറെ പേർ കരുതി വെച്ചിരിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലെ ബന്ധനം നിന്റെ പാളയത്തെ നീ പരിശുദ്ധമാക്കി സൂക്ഷിക്കാത്തത് കൊണ്ടാവാം ഉണ്ടാവുക. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ആരും മറ്റുള്ളവർ ചെയ്യുന്ന മന്ത്രതന്ത്രങ്ങളെക്കുറിച്ചോ മറ്റുള്ളവർ ചെയ്യുന്ന ആഭിചാര ക്രിയകളെക്കുറിച്ചോ അധികം ഭയപ്പെടുകയോ ഉത്കണ്ഠകളാവുകയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംഖ്യയുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൻ്റെ 23-ാം വചനത്തിൽ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. പറയാമോ ഹല്ലേലൂയ? വളരെ വചനം പറയാമോ? യാക്കോബിന്, ഉറക്കെ പറ, വചനം ഉറക്കെ പറയണം, യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഫലിക്കുകയുമില്ല. കരങ്ങൾ താഴ്ത്താം. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഒരു വലിയൊരു ബോധ്യമാണ്, നീ ഒരു യാക്കോബ് ആണെങ്കിൽ, നീ ഒരു ഇസ്രായേൽ ആണെങ്കിൽ നിനക്ക് ക്ഷുദ്രവിദ്യയും നിനക്കെതിരെ ആഭിചാര ക്രിയകളും ഫലപ്പെടുകയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. നമുക്കറിയാം, പഴയ നിയമ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്ത് ദേശത്ത് നിന്ന് അവരെ വിട്ടയക്കാൻ ഫറവോ മടി കാണിച്ചപ്പോൾ ദൈവമായ കർത്താവ് പല ബാധകൾ അയക്കുകയാണ്. അവസാനം ദൈവമായ കർത്താവ് പറഞ്ഞു, ഇതാ
ഞാൻ ഇന്ന് ഈജിപ്തിലെ എല്ലാ ആദ്യജാതന്മാരെയും ഞാൻ സംഹരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മനസ്സുമടുത്ത് ഫറവോ നിങ്ങളെ ആരാധനയ്ക്കായി വിട്ടുതരും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഇന്ന് രാത്രി പെസഹ ഭക്ഷിച്ച് പെസഹ കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങൾ കട്ടിളപ്പടിയിൽ തളിക്കണം. ഏതെല്ലാം ഭവനങ്ങളുടെ കട്ടിളപ്പടിയിൽ കുഞ്ഞാട് രക്തം തളിക്കപ്പെടുന്നുണ്ടോ ആ ഭവനങ്ങളിൽ അന്ന് സംഹാരദൂതൻ കടന്നു വരികയില്ല. അങ്ങനെ സംഭവിച്ചു. ഇസ്രായേൽ ജനം പെസഹ ഭക്ഷിച്ച് പെസഹ കുഞ്ഞാടിന്റെ രക്തം ആ കട്ടിളപ്പടികൾ തളിച്ചു വെച്ചു. അന്ന് സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നുപോയി. ഈജിപ്തിലെ എല്ലാ ഭവനങ്ങളിലും അന്ന് രാത്രിയിൽ വിലാപം ഉയർന്നു. എന്നാൽ അവരുടെ ആദ്യജാതന്മാർ സംഹരിക്കപ്പെട്ടു. എന്നാൽ ഒരൊറ്റ ഇസ്രായേൽക്കാരന്റെ കുടുംബത്തിൽ പോലും വിലാപഗാനം ഉയർന്നില്ല. ആരുടെയെല്ലാം ഭവനങ്ങളിൽ ഈ കുഞ്ഞാടിന്റെ രക്തം കട്ടിളപ്പടി തളിച്ചിരുന്നോ അവരൊക്കെ സംരക്ഷിക്കപ്പെട്ടു. പറയാം ഹല്ലേലൂയ. പുതിയ ചരിത്രത്തിലേക്ക് കടന്നു വരുന്ന നമുക്കറിയാം, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് സ്നാപക യോഹന്നാനെ യേശുവിനെ കാണിച്ചു കൊടുത്തപ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയായി ചിന്തപ്പെട്ട യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ ഒരു ക്രിസ്ത്യാനിക്ക് എല്ലാ വിധത്തിലുള്ള അന്ധകാര ശക്തികളിൽ നിന്ന് വിടുതലുണ്ട് എന്നുള്ളത് നാം മറക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 പത്രോസ് 1:18 വചനം പറയുന്നു, പിതാക്കന്മാർ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വ്യർത്ഥമായ ജീവിത രീതികളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടോ അല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അടുത്ത വചനം പറയുന്നു, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെത് പോലെയുള്ള ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തത്താലത്രേ. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷം, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, മറിച്ച് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലെയുള്ള യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ് ഞാൻ നീയുമെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും, പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്യുന്ന മന്ത്രതന്ത്രങ്ങളെ കുറിച്ച് അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് സംഖ്യ 23 പറഞ്ഞ് പലരും ക്ലെയിം ചെയ്ത് യാക്കോബിന് ആഭിചാരം ഏൽക്കുകയല്ല, ഇസ്രായേലിലെ ശുദ്രവിദ്യ ഫലിക്കുകയല്ല, പിന്നെ എന്താ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സംഖ്യയുടെ 23-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനം കൂടെ നമ്മൾ വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യം പിടികിട്ടുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അത് എന്തുകൊണ്ടാണ് യാക്കോബില് ആഭിചാരം ഏൽക്കാത്തത്? എന്തുകൊണ്ടാണ് ഇസ്രായേലില് തിന്മ ഫലിക്കാത്തത്? കാരണം യാക്കോബിൽ അവിടുന്ന് വായിച്ച് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനെതിരെ തിന്മയുടെ സ്വാധീന ശക്തികൾ ഫലപ്രദമാകാതിരിക്കണമെങ്കിൽ നീ 2 കാര്യം ചെയ്യണം. നീ യാക്കോബാണെങ്കിൽ നിനക്ക് തിന്മയുണ്ടാകാൻ പാടില്ല. നീ ഇസ്രായേൽ ഭവനമാണെങ്കിൽ ആ ഭവനത്തിൽ ദുഷ്ടത ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ടും നീ ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് ദൈവികമായ സംരക്ഷണം ഉണ്ടാവുകയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ജോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 10-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോബിനും അവന്റെ സമ്പത്തിനും അവന്റെ കുടുംബത്തിനും ചുറ്റും ദൈവിക സംരക്ഷണത്തിന്റെ വേലി കെട്ടി സുരക്ഷിതം ഏർപ്പെടുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ജോബിനോട് സാത്താൻ പറയുകയാണ്, ദൈവത്തോട്, ജോബിന് എന്താ കുഴപ്പം? അവനെല്ലാം സമൃദ്ധിയായിട്ട് കൊടുത്തിരിക്കുകയല്ലേ? അവനും അവന്റെ സമ്പത്തിനും അവന്റെ കുടുംബത്തിനും ചുറ്റും അങ്ങ് വേലി കെട്ടി സുരക്ഷിതം ഏർപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് അവനെ തൊടാൻ പറ്റില്ല. ഇന്ന് പ്രിയ ദൈവ പൈതലേ, നിന്റെ കുടുംബത്തിൽ പാപം ഉപേക്ഷിച്ച് തിന്മ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിന്റെ തിരുരക്തം കൊണ്ട് കോട്ട കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തിയ ഒരു ഭവനമാണ് നിന്റേതെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിനക്കെതിരെ ഒരു തിന്മയുടെ ശക്തികളും ഫലിക്കുകയില്ല എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പറയാമോ ഹല്ലേലൂയ, സന്തോഷം, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഒരു 3 ഉറക്ക ഹല്ലേലൂയ പറഞ്ഞ് ജീവനോടെ പറയാമോ? ഒരിക്കൽ കൂടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തോട് എന്ത് പറയണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വെളിപ്പെടുത്തുന്നത് നമ്മുടെ പാളയത്തെ നമ്മൾ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്നുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ അല്പം കൂടി മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു വചനഭാഗം കൂടി നാം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജോഷുവ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ തിരുവാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. അവിടെ വചനം എങ്ങനെയാണ് വായിക്കാം. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക, നാളെത്തേക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ
അവരോട് പറയുക. വീണ്ടും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലേ, നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അതെടുത്തു മാറ്റുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ സാധിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലേ, നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അതെടുത്തു മാറ്റുന്നത് വരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിന്റെ കോണ്ടെക്സ്റ്റ് അച്ഛനൊന്ന് പറഞ്ഞു തരാം. ഇസ്രായേൽ ജനം അവർ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അവരെത്തിച്ചേർന്ന ഒരു പട്ടണമാണ് ജെറീക്കോ. ഈ ജെറീക്കോ പട്ടണത്തിന് ശേഷം തൊട്ടടുത്തൊരു പട്ടണം കിടപ്പുണ്ട്. ആ പട്ടണത്തിന്റെ പേരാണ് ആയി പട്ടണം. ഒന്ന് പേര് പറയാവോ? ആയി പട്ടണം. ചെറിയ പട്ടണം, അതുകൊണ്ട് പേരും വളരെ ചെറുതാണ്. അങ്ങനെ ഈ ആയി പട്ടണത്തിലേക്ക് ദൈവമായ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ആ പട്ടണത്തെ ആക്രമിക്കുവാൻ വേണ്ടി ജോഷുവ തൻ്റെ കുറച്ച് രഹസ്യാന്വേഷകരെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അതിന് മുന്നേ പോയി ആ രാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രഹസ്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കും. ഉദാഹരണത്തിന്, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പ് പാകിസ്ഥാൻ്റെ ശക്തി സങ്കേതങ്ങളും അവരുടെ ആയുധബലവും ഒക്കെ നമ്മൾ രഹസ്യാന്വേഷകരും നമുക്ക് അറിവുണ്ടാവും. അതുപോലെ പാകിസ്ഥാനെ മറ്റു രാജ്യങ്ങളുടെ രഹസ്യാന്വേഷകരും പല സ്ഥലങ്ങളിലും ഉണ്ടാവും. എന്ന് പറയുന്നത് പോലെ കുറച്ച് ചാരന്മാരെ വിട്ട്, രഹസ്യാന്വേഷകരെ വിട്ട് ഈ ആയി പട്ടണത്തിൻ്റെ ഒന്ന് സ്വഭാവ ഘടന ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിടുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ പോയി അതിനെ സൂക്ഷ്മമായി വീക്ഷിച്ച് വന്നിട്ട് റിപ്പോർട്ട് കൊടുത്തത് ഇങ്ങനെയാണ്: അല്ലയോ ജോഷുവ പ്രവാചക, ഈ ആയി പട്ടണം എന്ന് പറയുന്നത് അത്ര വലിയ പട്ടണമൊന്നും അല്ല. നമ്മുടെ ഈ വലിയ ട്രൂപ്പ് പോകേണ്ട കാര്യമൊന്നുമില്ല, ഒരു കൊച്ചു പട്ടണമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്കൊരു 2000-3000 പേരെ വിട്ടാൽ മതി. അത് വെറുതെ എല്ലാവരും കൂടി പോകേണ്ട കഷ്ടപ്പെടേണ്ട എന്ന് രഹസ്യമധ്യ വന്നവർ അവർക്ക് ഉപദേശം കൊടുത്തു. ഇപ്പോൾ ജോഷുവ എന്ത് ചെയ്തു? ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് അദ്ദേഹം ഈ യുദ്ധത്തിന് പുറപ്പെടുന്നത്. അങ്ങനെ ആ കൂട്ടത്തിൽ തടിമെടുക്കുള്ള നല്ല വീരശൂര പരാക്രമികളായ 3000 പേരെ തിരഞ്ഞെടുത്തിട്ട് ജോഷുവ അവരെ ഈ ആയി പട്ടണത്തിനെതിരെ യുദ്ധത്തിന് അയക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ എന്താ സംഭവിച്ചതെന്നറിയാമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോഷുവ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിലാണ് കാണുന്നത്. സമയം കിട്ടും, വായിച്ചാൽ മതി. സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അവിടെ എത്തിയപ്പോൾ ഈ പറയുന്ന ചെറിയ ആയി പട്ടണക്കാരുടെ മുമ്പിൽ ഇസ്രായേൽ സൈന്യം തോറ്റോടി എന്ന് മാത്രമല്ല, അവരിൽ 36ഓളം പേരെ വധിക്കുകയും ഷാബാറിന് താഴ്വരയിലേക്ക് ഇറങ്ങുമ്പോൾ അനേകം പേരെ കൊല ചെയ്യുകയും ചെയ്തു. അപ്പോഴേക്ക് എന്തായി? വാർത്തയറിഞ്ഞ് ജോഷുവയും കൂട്ടരും ഭയങ്കര ഭയഭീതിയിൽ മുഴുകിപ്പോയി. അവർക്ക് ഭയങ്കര ദുഃഖമായി, വേദനയായി. ജോഷുവ വസ്ത്രം കീറി, തടയിൽ ചാരം പൂശി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാഗ്ദാന പേടകത്തിന് മുമ്പിൽ ജോഷുവയും ശ്രേഷ്ഠന്മാരും സാഷ്ടാംഗം പ്രണമിച്ച് അലറി വിളിച്ച് കരയാണ്: യഹോവേ, യഹോവേ, നീ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ പ്രവർത്തിച്ചത്? നിന്നോട് ചോദിച്ചിട്ടല്ലേ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയത്? നിന്നോട് ആലോചന ചോദിച്ചിട്ടല്ലേ ഞങ്ങൾ ആയി ആക്രമിക്കാൻ പോയത്? എങ്കിലും ഞങ്ങൾക്ക് ഈ ദുരന്തം എന്തുകൊണ്ട് നീ വരുത്തി വെച്ചു എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് ചെയ്യുന്നറിയാമോ? ഒട്ടിക്കരയാണ്. ഈ സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ശിരസിൽ ചാരം പൂശി വസ്ത്രം കീറി ജോഷുവയും പ്രധാനപ്പെട്ട എല്ലാ ശ്രേഷ്ഠന്മാരും ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വാഗ്ദാന പേടകത്തിന് മുമ്പിൽ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും ദൈവമായ കർത്താവ് വന്നിട്ട് പറയുന്ന വചനമാണ്: എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേക്കണോ? താൻ എന്തിനാ ഇങ്ങനെ കരയണത്? നിങ്ങൾക്കൊരു പരാജയം സംഭവിച്ചു. അതിന്റെ കാരണം നിനക്കറിയാമോ? പറഞ്ഞു തരാം. ഇസ്രായേൽ, നീ നിന്റെ ജനത്തെ ശുദ്ധീകരിക്കുക. ഇസ്രായേലെ, നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അത് എടുത്തു മാറ്റാത്തിടത്തോളം കാലം നിങ്ങൾക്ക് നിന്റെ ശത്രുക്കളെ സ്വീകരിക്കാനാവില്ല, നശിപ്പിക്കാനാവില്ല. എന്താ സംഭവിച്ചെന്നറിയാമോ? ജെറീക്കോ പട്ടണം കീഴ്പ്പെടുത്തുന്ന സമയത്ത് ദൈവമായ കർത്താവ് ഒരു വലിയ നിർദ്ദേശം കൊടുത്തു. ആർക്ക്? ഇസ്രായേൽ ജനത്തിന്. ഈ ജെറീക്കോ പട്ടണം ഞാനാണ് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഒരു കാരണവശാലും അവിടെ നിന്ന് ഒരു വസ്തുപദാർത്ഥങ്ങളും എടുക്കാൻ പാടില്ല. നിങ്ങൾ അത് മുഴുവൻ നശിപ്പിക്കണമെന്ന് ദൈവമായ കർത്താവ് ഇവർക്ക് വലിയ ശക്തമായൊരു താക്കീത് കൊടുത്തു. അവരെല്ലാവരും തന്നെ അത് ചെയ്തെങ്കിലും ആ കൂട്ടത്തിൽ ഒരു വ്യക്തി, ആഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, എന്നറിയാമോ? അവൻ ആരും അറിയാതെ അല്പം ചില സാധനങ്ങൾ എടുത്തുകൂട്ടി അവൻ ആരും അറിയാതെ ഭാട്ടത്തിൽ ഒളിപ്പിച്ചു. അത് അവൻ്റെ പാളയത്തിൽ ഇട്ടു. ഈ പാളയത്തിൽ തിന്മ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് പറയാണ്: നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അത് എടുത്തു മാറ്റാത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളെ തോൽപ്പിക്കാനാവില്ല. അവസാനം കുറ്റക്കാരനെ കണ്ടുപിടിച്ച് അവർക്ക് തക്ക ശിക്ഷ കൊടുത്തപ്പോഴാണ് ഇസ്രായേൽ ജനം അനുഗ്രഹം പ്രാപിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ,
നിന്റെ പാളയത്തെ നീ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്നുള്ള ഈ ഒരു വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് 2 പാളയങ്ങളാണുള്ളത്. 2 പാളയങ്ങൾ. പറയാമോ ഹല്ലേലൂയ? ഏതൊക്കെ 2 പാളയങ്ങൾ എന്നറിയാമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഒന്നാമത്തെ പാളയമാണ് നമ്മൾ വസിക്കുന്ന നമ്മുടെ ഭവനം, നമ്മുടെ കുടുംബം. ഞാനായിരിക്കുന്ന എൻ്റെ സമൂഹം, ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ, ഞാൻ വസിക്കുന്ന എൻ്റെ ഭവനത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുചിത്വമല്ലാത്തത് എന്തെങ്കിലും കണ്ട് അവിടുന്ന് നമ്മുടെ കുടുംബത്തെ, ആ ഭവനമാകുന്ന പാളയത്തെ വിട്ടകന്നു പോകാതിരിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് അനേക കുടുംബങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വലിയ തകർച്ചയുടെ കാരണം അന്വേഷിച്ചാൽ കാരണം മനസ്സിലാകും. ആ കുടുംബത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചില ബന്ധനങ്ങളുണ്ട്. ഈ ബന്ധനങ്ങളിൽ 95% വേണ്ട 98% ബന്ധനങ്ങളും നമ്മളുടെ തന്നെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബന്ധനങ്ങളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കാതിരിക്കാൻ കാരണം പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബമാകുന്ന പാളയത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പലതും അരങ്ങേറുന്നുണ്ട്. എൻ്റെ കുടുംബമാകുന്ന പാളയത്തിൽ അനിഷ്ടമായ, ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായ പല സംസാരങ്ങളും പ്രവൃത്തികളും നടക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, സന്ധ്യാപ്രാർത്ഥനയില്ലാത്ത, തെറിയും ചീത്തവിളിയും പരസ്പര കലഹവും മാത്സര്യവുമായി കഴിയുന്ന കുടുംബങ്ങൾ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗത്തിൽ പ്രിയപ്പെട്ടവരെ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങൾ പാപത്തിലേക്കായിരിക്കുമ്പോൾ ദൈവത്തിന് നിഷിദ്ധമായ സംസാരങ്ങളും പ്രവർത്തന രീതികളും ആ കുടുംബത്തിൽ നടത്തപ്പെടുമ്പോൾ അവിടെ ആ കുടുംബമാകുന്ന പാളയം അശുദ്ധമാക്കപ്പെടുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കുടുംബമാകുന്ന പാളയം അശുദ്ധമാക്കപ്പെടുന്ന ഏതാനും മേഖല ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറയാം. അതിന്റെ ആദ്യത്തെ മേഖലയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1-ാം പ്രമാണത്തിന്റെ ലംഘനം. അതായത് ദൈവമായ കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ വസ്തുക്കൾക്കും വ്യക്തികൾക്കും സമ്പത്തിനും ആരോഗ്യത്തിനും നേട്ടങ്ങൾക്കും 1-ാം സ്ഥാനം കൊടുത്ത് നിങ്ങൾ മറ്റു പലതിനും 1-ാം സ്ഥാനം കൊടുത്ത് നിങ്ങൾ ഓടുമ്പോൾ അവിടെ ആ കുടുംബമാകുന്ന പാളയം അശുദ്ധമാക്കപ്പെടുന്നു. പറ ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ ഞായറാഴ്ച പ്രിയപ്പെട്ടവരെ ഒരു വിശുദ്ധ ബലിക്ക് പോകാൻ പോലും നേരമില്ലാത്ത രീതി തിരക്ക് കയറി കൂടിയിരിക്കുകയാണ്. ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പോലും നേരമില്ല. അഥവാ പള്ളിയിൽ പോകണമെങ്കിൽ ഏറ്റവും ചെറിയ കുർബാന, എത്ര പെട്ടെന്ന് കുർബാന തീരുന്നുണ്ടോ അവിടെ പോയി കുർബാന കണ്ട് കുർബാനയുടെ കടമ തീർത്ത് ബാക്കി സമയങ്ങൾ മുഴുവൻ നമ്മുടേതായ കാര്യത്തിൽ വ്യാപരിക്കുന്ന വ്യക്തികൾ, ആ കുടുംബം അശുദ്ധമാകുന്നു. ദൈവവചനത്തിന് വിരുദ്ധമായ പ്രവർത്തികൾ നടക്കപ്പെടുന്ന ഓരോ കുടുംബങ്ങളും അനുഗ്രഹം പ്രാപിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. അന്നും ബിസിനസ്, അന്നും നമുക്ക് വേറെ ഭയങ്കര തിരക്കുകളാ, തമ്പുരാന് വില കൊടുക്കാൻ നേരമില്ല. പ്രിയ ദൈവവൈതലേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധമായ ദിവസത്തിന് വില കൊടുക്കാതെ നിന്റേതായ വഴികളിലൂടെ സഞ്ചരിച്ച് നിന്റേതായ താല്പര്യങ്ങൾക്ക് വില കൊടുത്ത് നീ ജീവിച്ചാൽ നിന്റെ കുടുംബമാകുന്ന പാളയം അശുദ്ധമാക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും ഞായറാഴ്ച കുർബാന കാണുന്ന ഞായറാഴ്ച ക്രിസ്ത്യാനികളായി, നാമമാത്ര ക്രിസ്ത്യാനികളായി മാറുന്നു. നമ്മുടെ സാബത്ത് ആചരണത്തെ കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചേ. എന്താണ് നമ്മുടെ വിശുദ്ധ ബലിയുടെ മഹാത്മ്യം? എത്രമാത്രം വില കൊടുക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക്? ദൈവവചനത്തിൽ എങ്ങനെയാണ് സാബത്തിന്റെ ആചരണത്തെ കുറിച്ച് പറയുക? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 58-ാം അധ്യായത്തിൽ 13 മുതലുള്ള തിരുവാക്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, സാബത്തിനെ ചവിട്ടി മതിക്കുന്നതിൽ നിന്നും നിന്റെ കർത്താവിന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ സ്വന്തം ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയണം. സാബത്തിനെ സന്തോഷദായകമായും കർത്താവിന്റെ വിശുദ്ധ ദിവസത്തെ നീ ബഹുമാന്യമായും കണക്കാക്കണം. ബാക്കി വായിച്ചേ. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിന്റെ ഉന്നത സ്ഥാനങ്ങളുടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പൊന്നുമക്കളെ, സാബത്തിനെ ചവിട്ടി മതിക്കാൻ പാടില്ല. കർത്താവിന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ സ്വന്തം ഇഷ്ടം നിറവേറ്റേണ്ട ദിവസമല്ല. വ്യർത്ഥ ഭാഷണങ്ങളിൽ ഏർപ്പെടേണ്ട ദിവസമല്ല. മറ്റുള്ളവരെ കുറിച്ച് കുശുമ്പും കുന്നായ്മയും പറഞ്ഞ് നിന്റെ ജീവിതം നീ നശിപ്പിക്കുമ്പോൾ, അന്ന് കൂടുതൽ അധ്വാനിച്ച് ഫലം സമ്പാദിച്ച് അന്ന് കാശുണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പലതിനും വേണ്ടി ഓടി നടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സന്ധ്യാ പ്രാർത്ഥന പോലും വേണ്ടെന്ന് വെച്ച് ടിവിയുടെയും സീരിയലിന്റെയും പിന്നാലെ ഓടുമ്പോൾ ഓർക്കുക, ദൈവമായ കർത്താവ് പറയും, നിന്റെ കുടുംബം ഇന്ന് അശുദ്ധമാണ്.
പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, ഇന്നാൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഭർത്താവ് ഒരു കോളേജ് പ്രൊഫസറാണ്, നല്ല ബുദ്ധിയൊക്കെയുള്ള ആളാണ്. ആൾ പറയും ഞായറാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയുടെ ദിവസം, അതുകൊണ്ട് ഞായറാഴ്ചയിൽ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്, അതിനേക്കാൾ വലിയ പ്രാർത്ഥനയില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരായതുകൊണ്ട് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന വേണ്ട. 4 മണി മുതൽ 11 മണി വരെ അപ്പനും മക്കളും വരുന്ന എല്ലാ സിനിമകളും സീരിയലുകളും മാറി മാറി കണ്ട് ഒരേ ഇരിപ്പ, അന്ന് പ്രാർത്ഥന വേണ്ട. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച ദിവസം ദൈവത്തിന് കൊടുക്കേണ്ട ദിവസമാണെന്ന് മനസ്സിലാക്കി ഒരു 10 മിനിറ്റ് കൂടുതൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഒരു 2 അധ്യായം ബൈബിൾ വായിക്കുന്ന എത്ര പേരുണ്ട്? നമുക്കിതിനൊന്നും നേരമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടേതായ നേട്ടങ്ങൾക്ക് പിന്നാലെ ഓടുകയാണ്. അതുകൊണ്ട് പൊന്നുമക്കളെ മനസ്സിലാക്കുക, ദൈവത്തെക്കാൾ ഉപരി സമ്പത്തിനും ആരോഗ്യത്തിനും വ്യക്തികൾക്കും സ്ഥാനമാനങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ നിന്റെ കുടുംബമാകുന്ന പാളയം അശുദ്ധമാക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം, ഹല്ലേലൂയ. വലതുകരമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്വരമുയർത്തി യേശുവേ എന്നൊരൊറ്റ വിളി. ഇപ്പം വിളിക്കുന്നതിന് ഇരട്ടി സ്വരത്തിൽ വിളിക്കാമോ? ഓ ഗ്ലോറി 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 ഗ്ലോറി. ഓ കർത്താവേ, അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഇപ്പോൾ കരങ്ങൾ ഉയർത്തി അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ദൈവവചനത്തിന് ശക്തി വ്യാപരിക്കട്ടെ. ഓ കർത്താവേ, ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. അടഞ്ഞു കിടക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ കർത്താവേ, ബോധ്യങ്ങൾ നിറയട്ടെ, ആത്മാവ് നിറയട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. രണ്ടാമതായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബമാകുന്ന പാളയം അശുദ്ധമാക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് പ്രിയപ്പെട്ടവരെ, അന്യദേവന്മാരെ ആരാധിക്കാനും അന്യദേവന്മാർക്ക് വില കൊടുക്കാനും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്യദേവന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ, അത് നമ്മുടെ കുടുംബത്തിൽ അരങ്ങേറുമ്പോൾ കുടുംബമാകുന്ന പാളയം അശുദ്ധമാക്കപ്പെടും. ഇന്ന് നമ്മളൊക്കെ അല്പം ബുദ്ധിയൊക്കെ ഉള്ളവരാണ്, പ്രത്യേകിച്ച് പാലക്കാരൊക്കെ നല്ല ബുദ്ധിയും നല്ല കഴിവൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? നമ്മൾ പലപ്പോഴും ചിന്തിക്കും എല്ലാ ദൈവവും ഒന്നല്ലേ, അപ്പം നമ്മൾ അവിടെ ഒന്ന് പോയെന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്താൽ ഇതെല്ലാം സെയിം അല്ലേ എന്ന് പറയുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. പൊന്നുമക്കളെ, എല്ലാം സെയിം അല്ല എന്ന് നാം മനസ്സിലാക്കണം. എൻ്റെ ദൈവമായ കർത്താവ് യേശു ഏക രക്ഷകനാണെന്നും അവനല്ലാതെ മറ്റൊരു രക്ഷകനില്ല എന്നുള്ള സത്യം നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിച്ചേറ്റു പറയണം. പറഞ്ഞേ ഹല്ലേലൂയ. റോമാലേഖനത്തിന്റെ 10-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുവാക്യത്തിൽ ഒരു ദൈവ പൈതൽ അനുഗ്രഹം പ്രാപിക്കപ്പെടണമെങ്കിൽ, രക്ഷ പ്രാപിക്കപ്പെടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വചനം വളരെ അടിവരയിട്ട് എഴുതുകയാണ്. ഒന്ന് ഉറക്കെ വായിക്കാമോ? ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വലുതർത്തി പറ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. കരങ്ങൾ താഴ്ത്താം. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പറയുക: എന്റെ ജനം എന്തെന്നാൽ എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. 1, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. 2, ജലം സൂക്ഷിക്കാൻ കൽപ്പില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം, ഹല്ലേലൂയ. ഒന്നോട് ഉറക്കെ വായിച്ചേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകം വ്യക്തികൾ ഇപ്രകാരമുള്ളൊരു തിന്മയ്ക്ക് അടിപ്പെട്ടു പോവുകയാണ്. അത് കുറേ പ്രാർത്ഥിച്ചു, കുറേ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു നോക്കി, ആരെല്ലാം പറയുന്നത് കേട്ട് അവിടെ ഇവിടെ എല്ലാം പോയി. എന്നിട്ടും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പൊന്നു സഹോദരങ്ങളെ, ഓട്ടോമാറ്റിക്കായിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് പ്രിയപ്പെട്ടവരെ മറ്റു വ്യക്തികളിലേക്കും ശക്തികളിലേക്കും പോകാനുള്ളൊരു പ്രവണത ഈ കാലഘട്ടത്തിലുണ്ട്. അച്ഛാ പ്രാർത്ഥിച്ചു മടുത്തച്ഛ, എത്ര ധ്യാനം കൂടി എനിക്ക് പോലും അറിയാൻ പാടില്ല. അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോ എൻ്റെ അച്ഛാ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യേണ്ടി വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, നിന്റെ കുടുംബം 1-ാം പ്രമാണ ലംഘനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ? ജീവജലത്തിന്റെ ഉറവയായ യേശുവിനെ മറന്ന്
അതിനേക്കാൾ ജലം സൂക്ഷിക്കാൻ കൽപ്പില്ലാത്ത അല്ലെങ്കിൽ താൽക്കാലികമായ ചില സൗകര്യങ്ങൾ ചെയ്യുന്ന, ചില അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്ന് പറയപ്പെടുന്ന ചില അന്യദേവന്മാരുടെയും ശക്തിയുടെയും പുറകെ നീ പോകാൻ ഇടയായിട്ടുണ്ടോ എങ്കിൽ നിന്റെ കുടുംബമാകുന്ന പാളയം അശുദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് അനേക കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള പല പ്രവൃത്തികളും ചെയ്യപ്പെടുകയാണ്. ഞാൻ നിങ്ങളോട് സംഭവം പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ഥലവും കാലവും ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കൽ ഞാനൊരു കൺവെൻഷന് വേണ്ടി ചെന്ന സമയത്ത് അവിടെ എൻ്റെ അടുത്ത് ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഈ സഹോദരി പറഞ്ഞു, അച്ഛാ, എൻ്റെ കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ദുരന്തമാണ് അച്ഛാ, തടസ്സങ്ങളാണ് അച്ഛാ, കുടുംബത്തിൽ മാറി മാറി അപകടങ്ങളും അനർത്ഥങ്ങളുമാണ്. ആ സഹോദരിയുടെ ഭർത്താവ് ഈ അടുത്ത കാലത്താണ് മരിച്ചുപോയത്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളിലൂടെയും വിഷമത്തിലൂടെ നടക്കുകയാണ് ആ സഹോദരി. ഇപ്പോൾ ഒരു മോൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. എൻ്റെ പൊന്നച്ഛ, എന്തു ചെയ്യണമെന്ന് അറിയില്ല, ആകെപ്പാടെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ശക്തമായ 1-ാം പ്രമാണ ലംഘനവുമായി ബന്ധപ്പെട്ട ഒരു മേഖല ആ കുടുംബത്തിലുള്ളതായിട്ട് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചിയുടെ ഭർത്താവ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഭർത്താവ് വല്ലപ്പോഴൊക്കെ ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോകും. എന്നാൽ ഞാൻ ചോദിച്ചു, 1-ാം പ്രമാണ ലംഘനമായി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വലിയ ഒന്നും ചെയ്തിട്ടില്ല അച്ഛാ, ആ മനുഷ്യൻ വലിയ പള്ളിയിൽ പോക്ക് വിശ്വാസമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയും. ഞാൻ ചോദിച്ചു, മക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പം ആരുടെ കൂടെ നിൽക്കുന്നത്? ഇളയ മോൻ്റെ കൂടെയാണ്. അവൻ എങ്ങനെയുണ്ട്? എന്നു വെച്ചാൽ ആൾക്ക് നമ്മുടെ ദൈവത്തിൽ പോലും വിശ്വാസമില്ല, പിന്നെയാണ് മറ്റ് ദൈവങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച പോലും പള്ളി പോക്കില്ല, അന്നും ഭയങ്കര തിരക്കാണ്, ബിസിനസ് കാര്യങ്ങളായിട്ട് ഓടി നടക്കുകയാണ്. അപ്പം ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പം ശക്തമായിട്ട് പ്രേരണ കിട്ടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി, നിങ്ങളുടെ കുടുംബത്തിൽ 1-ാം പ്രമാണവുമായി ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങൾ നടന്നിട്ടുള്ളതായി വെളിപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു കറുത്ത ഒരു ബാഗ് പോലെ കാണപ്പെട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ രേഖകളൊക്കെ സൂക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു ബാഗ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഉണ്ടച്ചാ, ഞങ്ങളുടെ റെക്കോർഡുകളൊക്കെ വെക്കുന്നൊരു. ഞാൻ പറയുന്ന എന്ന് ആരും അറിയാതെ ഇതൊന്ന് പോയി ഒന്ന് തുറന്ന് നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആ ചേച്ചി സമ്മതിച്ചു. പിറ്റത്തെ ദിവസം രാവിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരി എൻ്റെ അടുത്ത്, അച്ഛാ ഇന്നലെ ഞാൻ പോയി ആ ബാഗ് പരിശോധിച്ചപ്പം ഒരു സംഭവം കിട്ടിയച്ചാന്ന് പറഞ്ഞു. എന്താണെന്നറിയാമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന സഹോദരൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാത്താൻ സേവാ കേന്ദ്രത്തിലേക്ക് എഴുതിയ ഒരു എഴുത്തിൻ്റെ മറുപടിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷമേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ എഴുത്തിൻ്റെ മറുപടിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എഴുത്ത് വായിക്കാം. താങ്കളുടെ വിവരങ്ങൾ അറിഞ്ഞു. ദർശനത്തിൽ ശ്രീ ചാത്താൻ സ്വാമിയോട് താങ്കളുടെ സങ്കടം ബോധിപ്പിച്ചു. ഭഗവാൻ കൽപ്പനയിൽ ശത്രുമാരണം, പ്രവൃത്തി സ്തംഭനം, സ്വന്തപ്പെട്ടവരിൽ നിന്ന് പ്രാർത്ഥനാദോഷം എന്നിവയാണ് അറിഞ്ഞത്. കൂടാതെ ശത്രുക്കൾ ഒരു 4-ാം വേദപ്രകാരമുള്ള കാർമ്മികളെ കൊണ്ട് ആഭിചാര നശീകരണ പ്രവൃത്തിയായി ചെയ്തിട്ടുണ്ട്. ശത്രുപക്ഷത്ത് നിന്ന് ആനയിക്കുന്ന ക്ഷുദ്രപ്രയോഗങ്ങളെ കൊണ്ട് തങ്ങളുടെ മനസ്വസ്ഥത നഷ്ടപ്പെടുത്തി സ്വന്തം ജീവിത സൗഭാഗ്യങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി തങ്ങൾക്ക് ഇനിയും ധാരാളം ക്ലേശങ്ങളും ദുരിതങ്ങളും ശാരീരികവും ധനപരമായ തകർച്ചകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ ദോഷദുരിതങ്ങൾ നീക്കി ഇനിയും കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ഇതിൽ നിന്ന് മോചനം നേടി ഭാവി ജീവിതത്തിൽ പ്രതിബന്ധമായി നിൽക്കുന്ന ദോഷങ്ങളെ അകറ്റി തങ്ങളുടെ അഭീഷ്ട കാര്യങ്ങൾ നിറവേറാൻ ശ്രീ ചാത്താൻ സ്വാമിക്ക് താങ്കളുടെ പേരിൽ 3 ദിവസത്തെ ഒരു ബ്രഹ്മവെള്ളാട്ട് കർമ്മം നടത്തി അതിൽ ദോഷപരിഹാരം വരുത്തി നൃത്തത്തിൽ വരുന്ന ശ്രീ ചാത്താൻ സ്വാമി താങ്കൾക്ക് ഉപദേശ മന്ത്രവും കരുശക്തിയും തരും. ആയത് കയ്യിൽ വെച്ചാൽ നിങ്ങൾക്ക് ശ്രേയസ്സും ആയുസ്സും ആരോഗ്യവും തരും. എന്നിട്ട് ഇതെല്ലാം മംഗളമായി നടത്താൻ വേണ്ടി നേരിട്ട് വരാൻ സാധിക്കാത്ത പക്ഷം കർമ്മസംഖ്യയായ ഒരു തുക മണി ഓർഡറായി അയച്ചാൽ താങ്കളുടെ പേരിൽ കർമ്മം നടത്തി ഇതിൽ നിന്ന് എല്ലാം ഞങ്ങൾ തപാൽ മാർഗം അയച്ചു തരുന്നതാണ്. ശ്രീ ചാത്താൻ സ്വാമി തങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരൻ, അറിയുമെങ്കിൽ വരുമ്പോൾ നിങ്ങളുടെ ജന്മനക്ഷത്രം കൂടി എഴുതുക. ഞാൻ ചോദിച്ചു, എന്താ ഇത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ ദോഷ ദുരിതങ്ങൾ മാറാൻ വേണ്ടി ഒരു അന്യദേവാരാധനയ്ക്ക് പോയി ആ വ്യക്തിയിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച ഒരു കത്തിൻ്റെ മറുപടിയാണിത്. നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, എൻ്റെ ജനം എനിക്കെതിരെ 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് ജലം സൂക്ഷിക്കാൻ കെൽപ്പില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു എന്ന് ദൈവമായ കർത്താവ് വേദനയോടെ കുറിച്ചു വെക്കുമ്പോൾ ഇന്നോർത്ത് വയ്ക്കേ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താണെന്ന് പറഞ്ഞ് അവിടെ ഇവിടെ പോകാനും വഴിപാടുകൾ നേർച്ചാനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനും ഒക്കെ നമുക്കൊരു മടിയില്ല. പലരും ഇന്ന്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാൻ തുറന്നു പറഞ്ഞ് വിഷമം വിചാരിക്കരുത്,
ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ വിഷയമാണെന്ന് പോലും ചിന്തിച്ച്, പ്രിയപ്പെട്ടവരെ, എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ, അവർ നമ്മുടെ പള്ളിയിൽ വരുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ, അതുകൊണ്ട് അവിടെ പോയ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന പല വ്യക്തികളുണ്ട്. പൊന്നുമാതാപിതാക്കളെ, സഹോദരങ്ങളെ, തിരിച്ചറിയുക, ഒരു അക്രൈസ്തവനായ ഒരു വ്യക്തിക്ക് നമ്മുടെ ദേവാലയത്തിൽ വരാനും പ്രാർത്ഥിക്കാനും നമുക്കൊരു തടസ്സങ്ങളുമില്ല. എന്നാൽ ദൈവത്തെ അറിഞ്ഞ ഒരു സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ സത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് പൂർണ്ണമായിട്ടുണ്ടായിട്ടും ബോധപൂർവം മനഃപൂർവ്വം പാപം ചെയ്ത് അന്യ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടി നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിജീവൻ വരാൻ സാധ്യതയുണ്ടെന്നതിൽ സംശയമില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായ ലേഖനത്തില് 10-ാം അധ്യായത്തിൽ അതിന് 26-ാം തിരുവാക്യം പറയുകയാണ്. ഹെബ്രായർ 10:26 വചനം പറയുന്നു, സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുവാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല. അടുത്ത വചനം വായിക്കാം, ബാക്കി വായിച്ചോ. മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മളെ നോക്കിയാ പറയുന്നത്. സത്യത്തെ കുറിച്ചുള്ള യഥാർത്ഥമായ ബോധ്യം ലഭിച്ചിട്ട് ഒരു ദൈവ പൈതൽ മനഃപൂർവ്വം ഇപ്രകാരമുള്ള പ്രവൃത്തികൾക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ ഈ ലോകത്തിൽ നിന്നല്ല ഒരു ലോകത്തിലും ഒരു ബലിയും അവശേഷിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് ഭയങ്കരമായ സംഭീതിയുടെ അഗ്നിയെ ബന്ധുന്ന ശോധനയും അതിന്റെ കാത്തിരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. പൊന്നു മാതാപിതാക്കളെ, ചിന്തിച്ചു നോക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് എൻ്റെ കുടുംബത്തിൽ വഴിപാടുകൾ നേരാനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനും നമ്മൾ ഓടി നടക്കാറുണ്ടോ? എങ്കിൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കേണ്ട പാപമാണ്. ചില സഹോദരിമാരുണ്ട്, പ്രിയപ്പെട്ടവരെ, പത്രം വരുമ്പോഴത്തേന് വാരഫലം, വെറുതെ നക്ഷത്രഫലം, അല്ലെങ്കിൽ ഒരു കാക്കാലത്തെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കൈ നോക്കിക്കേ, ഒന്ന് ലക്ഷണം പറഞ്ഞേ. ഇതൊക്കെ നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് എല്ലാം രുചിക്കും, അവിടെയും പോകും ഇവിടെയും പോകും. പൊന്നു മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇതൊരു തകർച്ചയുടെ മേഖലയാണ്. അനേകം കുടുംബങ്ങളിൽ ഈ ഒരു ബന്ധനം ഉണ്ട് എന്നൊരു സംശയമില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ ചെയ്തു പോയ ഏതെങ്കിലും പാപപ്രവർത്തികൾ ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് നിന്റെ കുടുംബമാകുന്ന പാളയത്തെ നീ വിശുദ്ധീകരിച്ചാൽ ബന്ധനം മാറും. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സക്കൈവൂസിന്റെ ജീവിതത്തിൽ ഒരു ബന്ധനം ഉണ്ടായിരുന്നു. അവന്റെ കുടുംബം രക്ഷപ്പിക്കപ്പെടാത്തൊരു ബന്ധനം. എന്താണ്? അന്യായമായി പിടിച്ചെടുത്ത പണം വീട്ടിലിരിപ്പുണ്ട്, മറ്റുള്ളവരെ വഞ്ചിച്ചും പറ്റിച്ചും തട്ടിയെടുത്ത മുതൽ വീട്ടിലുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവന്റെ ജീവിതത്തിൽ രക്ഷയുണ്ടായില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം ശ്രവിച്ച് ആ വചനം കേട്ട മാത്രയിൽ സക്കൈവൂസ് ചാടി എഴുന്നേറ്റ് പറയാണ്, കർത്താവേ, ഞാൻ എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. എൻ്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. ദൈവമായ കർത്താവ് പറഞ്ഞു, ഇന്ന് നിന്റെ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർക്കുക, നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കാതിരിക്കാൻ കാരണം നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്ന ഒരു പാപപ്രവൃത്തിയാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ഒരു കുഴപ്പമെന്ന് അറിയാമോ? നമ്മൾ ചിന്തിക്കുന്നതാണ്, വച്ചാ ഞങ്ങൾ വലിയ വലിയ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ കൊലപാതകത്തിന് പോകുന്നില്ല, ഞങ്ങൾ പിടിച്ചു പറിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ കക്കാൻ പോകുന്നില്ല, മോഷ്ടിക്കാൻ പോകുന്നില്ല, ചെറിയ 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 പാപങ്ങളല്ലേ വെച്ചാൽ അത്ര വലിയ കാര്യമുള്ള കാര്യമാണോ എന്ന് ചിന്തിക്കുന്നവരാണ് ഏറിയ പങ്കും. എനിക്കറിയാം, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളിൽ 99% ആൾക്കാർ നല്ല മനുഷ്യരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അത് പറഞ്ഞിട്ട് ഒരു സന്തോഷമില്ലോ. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം ഹല്ലേലൂയ. നിങ്ങളുടെ മുഖം കാണും പറയാം, നല്ല സന്തോഷമുള്ള ദൈവാനം, നിങ്ങൾ 99 നല്ല മനുഷ്യരാണ്. പക്ഷേ പൊന്നു മക്കളെ, നമ്മൾ വലിയ വലിയ പാപങ്ങൾ ചെയ്യുന്നതിലാണ്, ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ ശ്രദ്ധ. എന്നാൽ ചെറുതെന്ന് കരുതി നാം ചെയ്ത് അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന, നമ്മൾ ചെയ്തു പോകുന്ന പല പാപങ്ങളും നമ്മുടെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, നാളെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഒരു ഇടവ സന്ദർശനത്തിന് പോയപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എൻ്റെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിൻ്റെ വീട്ടിൽ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് അവിടെ ഈശോയുടെയും മാതാവിൻ്റെയും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു അന്യദേവ വിഗ്രഹം വെച്ചിരിക്കുക അവിടെ. പറഞ്ഞേ ഹല്ലേലൂയ. ചോദിച്ച പറഞ്ഞത്രേ, അത് വെറുതെ വെച്ചിരിക്കുന്നത് അച്ഛാ, കാണാൻ നല്ല സ്റ്റൈലുള്ളതുകൊണ്ട് വെച്ചതാണ്. അച്ഛൻ പറഞ്ഞു, പൊന്നു മോളെ, നീ ഇതിവിടെ വെക്കരുത്, ഇത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തിയാണ്. എല്ലാം ഷോക്കേസിൽ വെച്ചിരിക്കുന്ന പോലെ വെച്ചിരിക്കുക. അതൊരു ആഡംബര വസ്തു അല്ലെങ്കിൽ ഒരു കാണാൻ രസമുള്ള ഒരു കൗതുക വസ്തുവാക്കി വെച്ചിരിക്കുകയാണ്. പൊന്നുമക്കളെ, ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛാ, ഇതിനെക്കുറിച്ച് ഇത്രയും പറയാൻ അത് പച്ച നമ്മൾ ബോധപൂർവ്വം ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഹൃദയത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വലിയ ഇഫക്റ്റ് ആവുമോ അച്ഛാ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇന്ന് നോക്കിയേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അഗ്നികുണ്ഡം അല്ലെങ്കിൽ വലിയൊരു തീക്കനൽ കൂട്ടിക്കിടക്കാണ്.
ഈ തീയിലേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചാടിയാലും അറിയാതെ ചാടിയാലും ആരെങ്കിലും തള്ളിയിട്ട് ചാടിയാലും പൊള്ളുവോ ഇല്ലയോ? ഉത്തരം പറ. അത്ര തന്നെ. അപ്പൊ ഇത് പൊന്നു സഹോദരങ്ങളെ, ഒരു പാപത്തിലേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് വീണാലും അറിയാതെ വീണാലും ആ പാപത്തിന്റെ പരിണിത ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിന് തിരിച്ചടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, ജോഷുവ ജനത്തെ നോക്കി പറയാണ്, ജോഷുവ പ്രവാചകന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായം 5-ാം വാക്യം, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, ദൈവമായ കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പലതരം എഴുത്തി 2 ഉണർക്ക് ഹല്ലേലൂയ പറയട്ടെ. ജീവനോടെ പറ ഒരിക്കൽ കൂടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമാവർത്തന പുസ്തകത്തില് 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 6-ാമത്തെ തിരുവാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് എഴുതി വെക്കുക. വായിക്കാം. നിന്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ ആത്മാർത്ഥ സുഹൃത്തോ നിനക്കും നിന്റെ പിതാക്കന്മാർക്കും അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് സേവിക്കാം എന്ന് പറഞ്ഞ് രഹസ്യമായി നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചെന്ന് വരാം. നോക്കി, ആരൊക്കെയാ? നിന്റെ സഹോദരൻ, മകന്, മകള്, നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യ, ഭർത്താവ്, നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് പറയും, ഡോ ദേ അവിടെ ഒന്ന് പോയാൽ മതി, അവിടെ ഒന്ന് പോയി വഴിപാട് നേർന്നേച്ചാൽ മതി, വലിയ ചെലവൊന്നുമില്ല, എല്ലാം അച്ചട്ടാ. ഇത് പറഞ്ഞു തരുന്ന ആരാ? നിന്റെ സഹോദരനോ മകനോ മകളോ ഭാര്യയോ ഭർത്താവോ നിന്റെ ആത്മാർത്ഥ സുഹൃത്തോ ആയിരിക്കാം. അവർ പറയുന്നത് കേട്ട് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് സേവിക്കാമെന്ന് പറഞ്ഞ് നിങ്ങളെ വശീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലേവ്യരുടെ പുസ്തകത്തില് 20-ാം അധ്യായത്തിൽ 6-ാം വാക്യം പറയുന്നു, ആരെങ്കിലും മന്ത്രവാദികളുടെയോ കൂടോത്രക്കാരുടെയോ പിറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കും, അവനെ സ്വന്തം ജനത്തിൽ നിന്ന് ഞാൻ വിച്ഛേദിച്ച് കളയുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പൊന്നു മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എനിക്ക് ആദ്യമായി പറയാനുള്ളതാണ്, നിന്റെ കുടുംബമാകുന്ന പാളയത്തെ നശിപ്പിക്കുന്ന ഇങ്ങനെ ഏതെങ്കിലും പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അവയെ നീ ഏറ്റുപറഞ്ഞ് വിശദീകരിക്കണം. നിന്റെ കുടുംബമാകുന്ന പാളയം വിശുദ്ധീകരിക്കപ്പെടണം. ആ പാളയത്തിൽ പ്രിയപ്പെട്ടവരെ പാപപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നീ? മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്ന വ്യക്തിയാണോ നീ? ആ കുടുംബത്തിൽ വെച്ച് എവിടെ വെച്ച് പാപം ചെയ്യുന്നോ ആ പാപത്തിന്റെ ദുരാത്മാവ് ആ സ്ഥലത്തുണ്ടാവും. നിങ്ങൾ ബാറിൽ പോയി കുടിക്കുന്നതും വീട്ടിൽ വന്ന് കുടിക്കുന്ന വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീട്ടിൽ കുടിക്കുന്നതും ഒരു ദേവാലയത്തിൽ വന്ന് കുടിക്കുന്ന വ്യത്യാസമുണ്ട്. കാരണം എന്താ? ഈ പാപം ആ സ്ഥലത്തിൻ്റെതായ വിശുദ്ധിയുണ്ട്. അപ്പൊ നിങ്ങളുടെ കുടുംബങ്ങളിൽ മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഒക്കെ കയറുമ്പോൾ എന്തായി? ആ കുടുംബമാകുന്ന പാളയം അശുദ്ധമാക്കപ്പെടും. ആ കുടുംബമാകുന്ന പാളയം അശുദ്ധമായാൽ തമ്പുരാൻ കർത്താവ് പറയാണ്, നിന്റെ ശുചിത്വമല്ലാത്ത എന്തെങ്കിലും കണ്ടാൽ എനിക്ക് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാനാവില്ല. പറയേ ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പെട്ടെന്ന് സമയക്കുറവ് 2-ാമത്തെ പാളയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് 2-ാമത്തെ പാളയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഈ കുടുംബമാകുന്ന പാളയം അശുദ്ധമാകുന്ന 1-2 മേഖലയോട് ഞാൻ പറയാം. ഒന്ന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കുടുംബത്തിൽ ശാപവാക്കുകൾ ഉച്ചരിക്കുക, മറ്റുള്ളവരെ ശപിക്കുക, മറ്റുള്ളവരെ നാവ് കൊണ്ട് ദ്രോഹിക്കുക, ഇങ്ങനെ പല പാപങ്ങൾ ചെയ്യും. ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, കുറ്റം പറയുക, ഇതൊക്കെ ചെയ്യുക വഴി കുടുംബമാകുന്ന പാളയം അശുദ്ധമാക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയാണ്, കുടുംബങ്ങളിലിരുന്ന് വൈദികരെ കുറിച്ചും സമർപ്പിതരെ കുറിച്ചും സഭയെക്കുറിച്ചുമൊക്കെ കുറ്റപ്പെടുത്തലുകളും അതുപോലെ പ്രിയപ്പെട്ടവരെ ഒത്തിരി വിമർശനങ്ങളൊക്കെ നടത്തുന്നത് ഒരു തെറ്റാണ്. അതുവഴി കുടുംബത്തിന്റെ അന്തരീക്ഷം, കുടുംബമാകുന്ന പാളയം അശുദ്ധമാക്കും. കാരണം സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, എൻ്റെ അഭിഷിക്തനെ സ്പർശിക്കുന്നവൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് സ്പർശിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാവൂളിനോട് ദൈവമായ കർത്താവ് പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ദൈവമായ നസ്രായനായ യേശു ഞാനാണ്. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന സാവൂളിനോട് ദൈവമായ കർത്താവ് പറയുന്നു, ഒരു ക്രിസ്ത്യാനിയെ തൊട്ടാൽ അത് നീ എന്നെ തൊട്ടത് തുല്യമാണ്. അതുകൊണ്ട് തന്നെ കുറ്റങ്ങളും കുറവുകളുമുള്ള നമ്മുടെ സഭയിൽ വൈദികർക്കെതിരെ സമർപ്പിതർക്കെതിരെ നമ്മൾ വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ, അതിനെതിരെ പടവാളോങ്ങുമ്പോൾ, കുടുംബത്തിൽ നമ്മൾ ചെയ്യുന്ന ചില ചർച്ചകൾ പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമാവുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുടുംബമാകുന്ന പാളയം അശുദ്ധമാകുന്ന മറ്റൊരു മേഖലയാണ് കുടുംബത്തിൽ പ്രത്യേകിച്ച് ജഡികമായ പാപപ്രവൃത്തികൾ ചെയ്യുന്നവർ. ഞാൻ ഓർക്കുന്നു, ഞാൻ എറണാകുളത്ത് ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കുന്ന സമയത്ത് അവിടെ ചെറുപ്പക്കാരൻ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ M.Tech കഴിഞ്ഞിട്ട് 3 വർഷമായി, എനിക്ക് ഒരു ജോലി കിട്ടുന്നില്ല. ഇവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പം സ്വാഭാവികമായിട്ട് ചോദിക്കടാ, നീ പള്ളിയിലൊന്നും പോകാറില്ലേ, പ്രാർത്ഥിക്കാറില്ലേ? അവൻ എൻ്റെ പൊന്നച്ചാ, ഞാൻ എന്നും പള്ളിയിൽ പോകും, എന്നും പ്രാർത്ഥിക്കും, നൊവേനയ്ക്ക് പോകും, എൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് എല്ലാവരും എന്നെ പുണ്യാളച്ചാന്നാണ് വിളിക്കുന്നത്.
ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം പിടികിട്ടി. ഞാൻ പറഞ്ഞു, നിനക്ക് ഒരു പാപം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല അല്ലേ? അവൻ തല കുറിച്ചു. ശരിയാച്ചാ, അവന് സ്വയംഭോഗം എന്ന പാപമുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നീ രാത്രി വീട്ടിലായിരിക്കുമ്പോൾ ഈ വേണ്ടാത്ത ചിത്രങ്ങൾ നെറ്റിൽ കണ്ടിട്ട് ഈ സ്വയംഭോഗം എന്ന പാപം ചെയ്ത് നീ പാപത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക. നിന്റെ കുടുംബമാകുന്ന പാളെ അശുദ്ധമാ, നിന്റെ ശരീരം അശുദ്ധമാ. പിന്നെ നിനക്ക് എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും? അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് പറ്റുന്നില്ല അച്ഛാ, 2 ആഴ്ച പിടിച്ച് നിൽക്ക്, വീണ്ടും പോയി വീഴുകയാണ്. ഞാൻ പറഞ്ഞു, അതിന് ആദ്യം ചെയ്യണമെന്നറിയാമോ? നീ ഈ പാപത്തിന്റെ മേഖലയെ ബന്ധിക്കുക. നീ ഒരു പണി ചെയ്യുക. നീ ആദ്യം ചെയ്യേണ്ടത്, നീ ഈ രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് ഈ ചീത്ത ചിത്രങ്ങൾ കാണുന്ന പ്രവൃത്തി നിർത്ത്. കാരണം ഈ വഴിയിലൂടെയാണ് പാപം കയറുന്നത്. ഒന്ന് കണ്ടാൽ മതിയും തോന്നും, പിന്നീട് പാപം ചെയ്യും. പാപം ചെയ്താൽ പിന്നെ അതിലേക്ക് കുടുങ്ങി വീഴും. അതുകൊണ്ട് നീ ഒരു പണി ചെയ്യുക. ഒരു 10 മണിയാകുമ്പോൾ മൊബൈൽ ഓഫാക്ക്. കിടക്കുന്നതിന് കുറേ നേരം ബൈബിൾ വായിക്ക്. കണ്ണിൽ ഉറക്കം വരുമ്പോൾ കയറി കിടക്ക്. 2 കയ്യിലും ജപമാല എടുത്ത് 33 വിശ്വാസപ്പാഠം ചൊല്ലി പ്രാർത്ഥിക്കുക. നീ ചൊല്ലി തീർക്കുന്നതിന് മുമ്പ് നീ ഉറങ്ങിപ്പോക്കോളും. ഇങ്ങനെ കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ശീലമായിട്ട് മാറി. അപ്പോൾ ഒരു പണി ചെയ്യുക. എന്തെങ്കിലും വീണാൽ പിന്നെ അടുത്ത കുമ്പസാരത്തിന് കാത്തു നിൽക്കാതെ പിറ്റത്തെ ദിവസം നീ പോയി കുമ്പസാരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവന് വിടുതൽ കൊടുത്ത് അനുഗ്രഹിച്ചു വിട്ടു. 33 ദിവസം വിശ്വാസമാണ് ചെല്ലപ്പെട്ട് ഞാൻ പറഞ്ഞു വിട്ടത്. പിന്നെ ഇവിടെ 19 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഇടവക പള്ളിയിൽ തൊട്ടടുത്ത് കൺവെൻഷൻ വന്നിട്ട് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നാണ്. അവൻ അച്ഛാ, ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ കമ്പനിയിൽ എന്നെ ജോലിക്ക് വിളിച്ചു. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞു. ടെലിഫോണിക് ഇന്റർവ്യൂ മാത്രമേ നടത്തിയുള്ളൂ. അവർ ബയോഡാറ്റ ചോദിച്ചു, ഞാൻ അയച്ചു കൊടുത്തു. അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. എനിക്ക് സാക്ഷ്യം പറയണം. അവന്റെ ജീവിതത്തിലെ പാപത്തിന്റെ കെട്ടുകൾ അഴിച്ചപ്പോൾ ദൈവനെ അനുഗ്രഹിച്ചു. സന്തോഷം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 2ാമത്തെ പാളയത്തെ കുറിച്ചാണ്. ആ പാളയം മറ്റൊന്നുമല്ല, ഏതാ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? ശരീരമാകുന്ന പാളയം. പറ ഹല്ലേലൂയ. 1 കൊരിന്ത്യൻസിന്റെ 3:16 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്നും നിങ്ങൾ അറിയുന്നില്ലേ? 17-ാം വചനം. പ്രിയപ്പെട്ടവരെ, വീണ്ടും വചനം പറയുന്നു, ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ ഓരോരുത്തരുമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, നിനക്ക് മറ്റൊരു പാളയമുണ്ട്. കുടുംബമാകുന്ന പാളയം പോലെ തന്നെ ദൈവം നോക്കുന്ന മറ്റൊരു പാളയമാണ് നിന്റെ ശരീരമാകുന്ന പാളയം. ഈ പാളയത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം വസിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാളയത്തിൽ നീ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിനക്ക് അനുഗ്രഹത്തിനോ ശാപത്തിനോ കാരണമായി തീരാം. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ കേട്ട ഈ സാക്ഷ്യം പോലെ അനേകരുടെ ജീവിതങ്ങളിൽ മദ്യപാനം, ലഹരി പദാർത്ഥങ്ങൾ, ലൈംഗികമായ പാപങ്ങൾ, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ പാപങ്ങൾ, ശരീരത്തിൻ്റെതായ പാപങ്ങളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുമ്പോൾ ദൈവമായ കർത്താവ് ആ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന ഒത്തിരിയേറെ സംഭവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ദിവസങ്ങളിലും കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ, അച്ഛാ കുടുംബത്തിൽ ബന്ധനമാണ്, തകർച്ചയാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം പറയും, നിങ്ങളെല്ലാവരും പോയി കുടുംബസമേതം ഒരു ധ്യാനത്തിൽ പങ്കെടുക്ക്, ഒരു നല്ല കുമ്പസാരം നടത്ത്, എന്നിട്ട് തിരിച്ചു വാ, എന്നിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥനയാണ് ദൈവം ശ്രവിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്റെ ശരീരമാകുന്ന പാളയവും കുടുംബമാകുന്ന പാളയവും ഏതെങ്കിലും തരത്തിലുള്ള പാപത്താൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ ദൈവമായ കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് യേശു ക്രിസ്തു വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടങ്ങളിലേക്ക് നാം ചിന്തിച്ചു നോക്കുമ്പോൾ പ്രിയപ്പെട്ട നമ്മളൊക്കെ ഒത്തിരി കാര്യം കാണാൻ വേണ്ടി മാത്രം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ്. ഒരു തടസ്സം വരുമ്പം, ഒരു പ്രശ്നം വരുമ്പം, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിലേക്ക് ഓടും. എന്നാൽ എല്ലാ സമൃദ്ധിയിലായി കഴിയുമ്പോൾ, എല്ലാ നന്മയായി കഴിയുമ്പോൾ പിന്നെ തമ്പുരാനെ മറക്കാനും ദൈവീക കാര്യങ്ങൾക്ക് വില കൊടുക്കാൻ സമയമില്ലാത്തവരുമായി നമ്മൾ മാറും. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് നമ്മുടെ ദൈവവിശ്വാസവും നമ്മുടെ വിശ്വാസ തീഷ്ണതയും നമ്മൾ പ്രകടമാക്കുന്നത് എങ്ങനെയാ? വലിയ ഊട്ടുനരുത്ത് തിരുനാളുകൾ നടത്തി, വലിയ ആഘോഷങ്ങൾ നടത്തി, വലിയ പ്രിയപ്പെട്ടവരെ വെടിക്കെട്ടുകളും ഗാനമേളയൊക്കെ നടത്തി നമ്മൾ കൊഴുപ്പിക്കും. വീട്ടിൽ ഇഷ്ടം പോലെ ഏത് ഫംഗ്ഷൻ വന്നാലും മദ്യവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിളമ്പാൻ ഒരു മടിയില്ല, ഒരു ഉളുപ്പുമില്ല. എന്നിട്ട് നമ്മൾ പറയും ദൈവം അനുഗ്രഹിക്കുന്നില്ല.
പ്രിയ ദൈവ പൈതലേ, നിന്റെ കുടുംബമാകുന്ന പാളയവും ശരീരമാകുന്ന പാളയവും അത് വിശുദ്ധീകരിക്കപ്പെടാതെ നീ അർപ്പിക്കപ്പെടുന്ന ഒരൊറ്റ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം തരികയില്ല എന്നാണ് ബൈബിൾ വെളിപ്പെടുത്തുക. പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തിൽ അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാ പറയുക: നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് ദുസ്സഹമായിരിക്കുന്നു, അവ എനിക്ക് ഭാരമായിരിക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല, എന്തെന്നാൽ നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ, നന്മ പ്രവർത്തിക്കുവാൻ ശീലിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പ്രിയപ്പെട്ട അർത്ഥം? നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. എന്താ എൻ്റെ അർത്ഥം? നിങ്ങളുടെ ഈ ഊട്ടുനേർച്ചയും ഈ ഒരു വലിയ ആഘോഷങ്ങളും ഈ വേളാങ്കണ്ണി പോക്കും ഈ മലയാറ്റൂർ പോക്കും എനിക്ക് വെറുപ്പാണ്, എനിക്ക് ഭാരമാണ്. നിങ്ങൾ ഓർക്കുന്നത് ഞാൻ ഇതൊക്കെ ചെയ്യുക വഴി എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാന്ന. തമ്പുരാൻ കർത്താവ് പറയാ, ഇതൊക്കെ ചെയ്തിട്ടും നീ എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾ മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം അറിയില്ല, കാരണം നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. പൊന്നുമക്കളെ, ഒരു കാര്യം ഓർത്തോണം. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് സീസണാണ്. എനിക്കറിയാം, നല്ല നല്ല പക്ക ക്രിസ്ത്യാനികളെ എനിക്കറിയാം. എന്തെന്നറിയാമോ? 25 നോമ്പ്, 50 നോമ്പ്. ഓ, എന്തോ ഒരു വിശുദ്ധിയാണെന്നറിയാവോ? എന്നും പള്ളിയിൽ പോവും, മദ്യാനം ഇല്ല, പുകവലിയില്ല, ചീത്ത കൂട്ടുകെട്ടില്ല. ഈ 25, 50 ദിവസവും ഭയങ്കര വിശുദ്ധനായ ജീവിതം. ഈ 26-ാം ദിവസം നോക്കിയേ, ക്രിസ്മസ് വരാൻ പോവുക. 25 ദിവസവും ഇത്രയൊക്കെ ചെയ്തിട്ട് 26-ാമത്തെ ദിവസം തമ്പുരാൻ ജനിച്ചതിന്റെ ആഘോഷത്തില് നിങ്ങൾ കുടിച്ച് 3 ദിവസം കഴിഞ്ഞാണ് എഴുന്നേൽക്കുന്നെങ്കിൽ, വീട്ടിൽ വരുന്നവർക്കെല്ലാം മദ്യവും ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തമ്പുരാൻ കർത്താവ് പറയും, നീ ചെയ്തൊക്കെ മണ്ടത്തരം, വെറുതെ. 50 ദിവസം എന്തോ ഒരു നോമ്പാന്നറിയാവോ? യേശുവിന്റെ പീഡാസഹനത്തെ കുറിച്ച് ഓർത്ത് ഭയങ്കര നോമ്പാ. 51-ാം ദിവസം എന്താ ചെയ്യുന്നത്? അതിന്റെ ഇരട്ടി മദ്യപിച്ച് തലയും കുത്തി നടക്കുമ്പോൾ ഒന്ന് മകനെ മകളെ ചിന്തിക്കുക, നീ തമ്പുരാനെ വഞ്ചിക്കുകയാണ്. കാര്യം കാണാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ചില പ്രവൃത്തികൾ ഞാൻ വേദനയോടെ പറയട്ടെ. ചില സ്ഥലങ്ങളിലൊക്കെ വലിയ ആഘോഷമായ വിശുദ്ധ കുർബാന സ്വീകരണം, ആദ്യ കുർബാന സ്വീകരണം നടത്താറുണ്ട്. ലക്ഷങ്ങൾ മുടക്കി വീഡിയോ പിടിച്ച് മെത്രാനെ കൊണ്ടുവന്ന് അച്ഛന്മാരെ നീട്ടി ഭയങ്കരമായ ആഘോഷമാണ്. അയ്യോ, ഈശോയ്ക്ക് ആദ്യമായിട്ട് കുഞ്ഞിനെ സ്വീകരിക്കുന്ന പുണ്യദിനം, ലക്ഷങ്ങൾ മുടക്കാൻ ഒരു മടിയില്ല. വൈകുന്നേരം ആഘോഷമാണ്. എന്ത്? ആദ്യ കുർബാനയുടെ ആഘോഷം. വിളമ്പുന്നത് എന്താ? മദ്യം. ഈ പാലായിലും പരിസര പ്രദേശങ്ങളൊക്കെ ഇപ്പൊ കാണുന്നുണ്ട്. ഞാൻ എന്താണ്, വിവാഹത്തിന് തലേ രാത്രി ഒരു അന്തം ചാർത്ത്. എന്താ അന്ന് ചാർത്തുന്നത്? ഇഷ്ടം പോലെ കുടിക്കാൻ മദ്യം. കുടുംബ ജീവിതത്തിൽ ആദ്യമായി വിശുദ്ധിയോടെ പ്രവേശിക്കേണ്ട ആ കുടുംബം നിങ്ങൾ മദ്യം കൊടുത്ത് ആ കുടുംബത്തെ നിങ്ങൾ നശിപ്പിക്കുമ്പോൾ അവിടെ എങ്ങനെ ദൈവ സാന്നിധ്യം ഉണ്ടാവും? പൊന്നുമക്കളെ, നാടോടുമ്പോൾ നടുവേ ഓടാൻ നിൽക്കരുത്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 2-ാം വാക്യം, ഭൂരിപക്ഷത്തോട് ചേർന്ന് നീ തിന്മ പ്രവർത്തിക്കരുത്. ചങ്കൂറ്റം വേണം. എന്റെ കുടുംബത്തിൽ ഒരു വിശുദ്ധ കർമ്മം നടക്കുമ്പോൾ മദ്യവും ലഹരി പദാർത്ഥങ്ങളും കയറ്റിക്കൊണ്ടുവന്ന് എന്റെ കുടുംബമാകുന്ന പാളയവും എന്റെ ശരീരമാകുന്ന പാളയവും അശുദ്ധമാക്കുന്ന പ്രവൃത്തി ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കാൻ ചങ്കൂറ്റമുള്ള ക്രിസ്ത്യാനികളെ നമുക്ക് ആവശ്യം. പൊന്നുമക്കളെ, ഇവിടെ കുറെ നാളായില്ലേ നമുക്ക് കൺവെൻഷൻ തുടങ്ങിയിട്ട്? എന്ത് മാറ്റം ഉണ്ടായിരിക്കുന്നത്? അന്നും ഇന്നും വചനം കേട്ട് മടങ്ങുന്ന ആത്മവഞ്ചകരായിട്ട് നമ്മൾ മാറിയിരിക്കുക. ഒരു തിന്മയെങ്കിലും മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? യാക്കോബ് ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ പാലിക്കുന്നവർ കൂടിയാകുവിൻ. ഇന്ന് ഈ കൺവെൻഷൻ പങ്കെടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, പെണ്ണുമക്കളെ, 2018 കഴിയാൻ പോവുക. അടുത്തൊരു വർഷം ദൈവം നമുക്ക് നീട്ടി തന്നിരിക്കുക. നമ്മൾ ഫലം പുറപ്പെടുവിക്കുമോ എന്നറിയാൻ വേണ്ടി. ഫലം തരാത്ത അധ്യക്ഷത്തെ കുറിച്ച് യേശു പറയുന്നുണ്ടല്ലോ. നീ ഫലം പുറപ്പെടുവിക്കുന്ന വിചാരിച്ച് ദൈവമായ കർത്താവ് നിനക്ക് ആയുസ് നീട്ടിത്തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും നീ ദുഷ്ടത ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുക. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ കൈയടി മേടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇപ്രകാരമുള്ള പാപപ്രവൃത്തികൾ വഴി നിന്റെ കുടുംബമാകുന്ന പാളയവും നിന്റെ ആത്മാ വസിക്കുന്ന ശരീരമാകുന്ന പാളയത്തെയും പൊന്നുമക്കളെ നശിപ്പിക്കാൻ നിൽക്കരുതേ. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. വലുതരമേത്തി 2 തവണ ഹല്ലേലൂയ പറയട്ടെ. ജീവനോടെ പറ. ഒരിക്കൽ കൂടി പറയാമോ? പൊന്ന സഹോദരങ്ങളെ, റോമാലേഖനത്തില് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 12-ാം തിരുവാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിന്റെ ശരീരത്തിൽ പാപത്തിന് ഭരണം നടത്താൻ അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ.
അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങളിൽ പറയുന്നത്, പ്രിയപ്പെട്ട മക്കളെ, നിന്റെ ശരീരത്തിന്റെ പ്രവണത അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ല. പറഞ്ഞ ഹല്ലേലൂയ, സന്തോഷം, ഹല്ലേലൂയ. വചനം പറയാണ്, റോമാലേഖനം 8-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കാം, ഉറക്കെ വായിക്കാം. നല്ലൊരു വചനമാണ്. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അത് സാധിക്കുകയുമില്ല. വീണ്ടും, ജഡിക പ്രവണത അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിന് നമ്മുടേതായ കുറെ അഭിനിവേശങ്ങളും അഭിലാഷങ്ങളും ഉണ്ട്. ഈ അഭിലാഷങ്ങളെ പൂർത്തീകരിക്കാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഈ ജഡികാഭിലാഷങ്ങളും ദൈവത്തിന്റെ നിയമങ്ങളും തമ്മിൽ എപ്പോഴും ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുക. ജഡികമായ അഭിലാഷങ്ങൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്നവൻ, ആ വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷം, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു സംഭവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഞാൻ ഗോവയിൽ ഒരു കൺവെൻഷന് വേണ്ടി പോയി. ഗോവയിൽ കൺവെൻഷന് വേണ്ടി പോയ സമയത്ത് അവിടെ പ്രിയപ്പെട്ടവരെ കുറേ ആളുകൾ കൂടിയിട്ടുണ്ട്, 12,000 പേര് കൂടിയിട്ടുണ്ട്. കൺവെൻഷൻ്റെ 3-ാം ദിവസം എന്നെ കാണാൻ വേണ്ടി അവിടുത്തെ കുറച്ച് ട്രസ്റ്റിമാർ വന്നു. അവർ വന്നിട്ട് ഫാദർ ഇങ്ങനെ ഈ മദ്യപാനത്തെക്കുറിച്ചൊക്കെ കുറേ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അത്യാവശ്യമൊക്കെ പറയാറുണ്ട്. എൻ്റെ പൊന്നു ഫാദറോട് ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ എന്താ റിക്വസ്റ്റ്? അതെ, ഞങ്ങളിവിടെ ഇത് ആംഗ്ലോ ഇന്ത്യൻ കൾച്ചറാണ് ഈ ഗോവയിലൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഈ ആംഗ്ലോ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമായി ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ കമ്പനിയൊക്കെ കൂടുമ്പോൾ പക്ഷേ ബിയറും വൈനും ഒക്കെ കഴിക്കും. അത് ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ഫാദർ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഫാദർ ഇതിനെക്കുറിച്ച് ഞങ്ങളോടൊന്നും പറയരുത്. കാരണം ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ട്. ഇനി ഫാദർ വല്ലാത്തും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടുകാരികൾ പോയി എന്തെങ്കിലും ബഹളം വെച്ച് ഉള്ള പ്രശ്നമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പൊന്നു ഫാദർ ദൈവത്തെ ഓർത്ത് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ സമാധാനം പറ്റുന്നിടത്തും ദൈവത്തിന് കൊടുക്കാനാണ്, നശിപ്പിക്കാനല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാനും വേണ്ട, ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്ന്. എൻ്റെ പൊന്നച്ചാ അത് മാത്രം മതി, ബാക്കി എന്ത് വേണം അച്ഛൻ പറഞ്ഞോ അച്ഛാ, ഞങ്ങൾ ഒച്ച ഉണ്ട് അച്ഛൻ്റെ പിന്നാലെ എന്ന് പറഞ്ഞു. അവർ സന്തോഷമായിട്ട് തിരിച്ചു പോയി. ഞാനും ഓർത്തു, അല്ല ഇവർക്ക് വേണ്ടപ്പോൾ ഞാൻ എന്തിനാ പറയണത്, ഞാൻ പറയുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അന്ന് വൈകുന്നേരം ശുശ്രൂഷയ്ക്ക് കയറാൻ വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കുമ്പം പരിശുദ്ധാത്മാ എന്നോടൊരു കാര്യം പറഞ്ഞു. അച്ഛാ ഒരു കാര്യം പറഞ്ഞേക്കാം, അച്ഛനെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ വചനം പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അച്ഛൻ പറയേണ്ടത് പറയാതിരുന്നാൽ ചുട്ടപ്പട കിട്ടുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. ഞാൻ ആകെപ്പാടെ ചെകുത്താനെയും കടന്നെടുക്കായി പോയി. കാരണം എന്താ, അവരോട് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് പറയില്ല എന്ന്, പക്ഷേ ഇതേ പരിശുദ്ധാത്മാവ് പറയുന്നു പറയണം. എന്താ ചെയ്യുന്നത്? ഞാൻ സ്റ്റേജിൽ കയറി ഞാൻ മൈക്കെടുത്ത് പറഞ്ഞു, പ്രിയപ്പെട്ട ഗോവ നിവാസികളെ, നിങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്നവരാണെന്നും ആംഗ്ലോ ഇന്ത്യൻ കൾച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇവിടെ കഴിയുന്നതെന്നും അതുകൊണ്ട് ആംഗ്ലോ ഇന്ത്യൻ കൾച്ചറിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെന്നും ചില സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞു. അതുകൊണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച് പറയരുത് എന്ന് എന്നോട് പറഞ്ഞു. പ്രത്യേകിച്ച് ഇവിടെ മദ്യപാനമൊക്കെ എല്ലാ കുടുംബങ്ങളിലൊക്കെ ചത്താലും ജനിച്ചാലും ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. വളരെ ചീപ്പാണെന്നാണ് പറയുക ഗോവയിൽ. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയരുതെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അവരോട് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ പറയില്ല. വാക്ക് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എങ്കിലും ഒടേ തമ്പുരാൻ എന്തെങ്കിലും പറയാനുണ്ട് നിങ്ങൾ കേട്ടോണം, അത് എൻ്റെതായിട്ട് നിങ്ങൾ കേൾക്കണ്ട. തമ്പുരാൻ എന്തെങ്കിലും പറയും, നിങ്ങൾ പണി. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അതിന് 6 മുതലുള്ള വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ പറഞ്ഞു. എടുത്തോ, മർക്കോസിന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങൾ ഉറക്കെ അങ്ങോട്ട് വായിച്ച്. അവൻ പറഞ്ഞു, കപട നാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വീണ്ടും, വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. വീണ്ടും, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്തു. അടുത്ത വചനം വായിച്ചേ. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് പാരമ്പര്യം, കൾച്ചർ നിങ്ങൾ മുറുകെ പിടിക്കുന്നു. വീണ്ടും അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം, അഗൈൻ കൾച്ചർ പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണി. താഴേക്ക് വരുമ്പം 13-ാം വാക്യത്തിൽ പറയാണ്, അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനത്തെ നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. നോക്കിയേ, നമ്മൾ പറയുന്നത് ഇത് പാരമ്പര്യത്തിന്റെ ഭാഗമാണ്, ഇന്നത്തെ സോഷ്യൽ സെറ്റപ്പിന്റെ ഭാഗമാണ്, കൾച്ചറിന്റെ ഭാഗമാണ്. പൊന്നുമക്കളെ, ഒരു കാര്യം ഓർത്തോണം, ഈ ലോകത്തിൽ നിയമങ്ങളും ദൈവത്തിന്റെ നിയമങ്ങളും പരസ്പര വിരുദ്ധമാണെന്ന് മനസ്സിലാക്കണം. ഈ ലോകത്ത് ഉണ്ടാക്കി വെക്കുന്ന എല്ലാ നിയമങ്ങളും ഒരു ദൈവവചനം സ്വീകരിക്കാൻ ദൈവം അവകാശമില്ല, അനുവാദമില്ലെന്ന് ഓർത്തോണം.
നോക്കിയേ, ഇതാ ഇന്ന് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഏത്? ആണും ആണും കൂടെ കല്യാണം കഴിക്കാം, പെണ്ണും പെണ്ണും കൂടെ കല്യാണം കഴിക്കാം. നമ്മുടെ ഇവിടുത്തെ നിയമമായി മാറിയിരിക്കുന്നു. ആരും ചോദ്യം ചെയ്യില്ല എന്ന് കരുതി ഒരു ദൈവപൈതൽ അനുസരിക്കാൻ അനുവാദം ഉണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിച്ചാൽ ഒരു കുഴപ്പമില്ലെന്ന് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ നിയമത്തെ നമ്മൾ ഒരു ക്രിസ്ത്യാനി നിലയിൽ അനുസരിക്കാൻ അവകാശമുണ്ടോ? പൊന്നുമക്കളെ, ലോകത്തിന്റെ നിയമങ്ങളല്ല ഒരു ദൈവത്തിനെ നയിക്കേണ്ടത്, ദൈവത്തിന്റെ നിയമങ്ങളാണ്. ഈ ദൈവത്തിന്റെ നിയമങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമുണ്ട് നമുക്ക് മുന്നിൽ. ഈ വിശുദ്ധ ഗ്രന്ഥത്തിനനുസരിച്ച് വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ ബന്ധനം കഴിയും, കെട്ടുകൾ കഴിയും. കാരണം യേശു ഈ ലോകത്തിലേക്ക് വന്നത് വിടുതൽ നൽകുവാൻ വേണ്ടിയിട്ടാണല്ലോ. പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷത്തില് 4-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു പറഞ്ഞു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കോട്ട് ചെയ്തെന്ന് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ. ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർ സ്വീകാര്യ വത്സരവും പ്രഖ്യാപിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിന്റെയും തിന്മയുടെയും ബന്ധനത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് വിടുതൽ നൽകാൻ വേണ്ടിയിട്ടാണ് തമ്പുരാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൽ നീ പാപത്തെ വെറുത്തുപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് വചനം ജീവിതത്തിൽ നീ പ്രാവർത്തികമാക്കി ശീലിക്കണം. ദൈവത്തിന്റെ നിയമത്തിന് വില കൊടുക്കണം. ലോകത്തിന്റെ നിയമങ്ങൾ, രാജ്യത്തിന്റെ നിയമങ്ങൾ നിന്റെ ദൈവപൈതലിന്റെ ജീവിതത്തിൽ വില കൊടുക്കപ്പെടേണ്ടവയല്ല. അത് വിശുദ്ധ ഗ്രന്ഥത്തിന് വിരുദ്ധമായിട്ടുള്ളതാണെങ്കിൽ അനുസരിക്കാൻ നമുക്ക് അനുവാദമില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പൊന്നു മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ഇവിടെ വന്നിരിക്കുന്ന അനേകരുടെ ജീവിതങ്ങളിൽ വലിയ വലിയ ബന്ധനങ്ങളാണെന്ന് പറഞ്ഞ് കരയുമ്പോൾ ഓർക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിയപ്പെടണമെങ്കിൽ 2 പാളയങ്ങളെ നീ വിശുദ്ധീകരിക്കണം. ഒന്ന്, നിന്റെ കുടുംബമാകുന്ന പാളയം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാതെ നിന്റെ കുടുംബത്തിൽ വസ്തുക്കൾക്കും വ്യക്തികൾക്കും സ്ഥാനമാനങ്ങൾക്കും സമ്പത്തിനുമൊക്കെ 1-ാം സ്ഥാനം കൊടുത്ത് നിന്റെ ജീവിതം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ? അന്യദേവാരാധനയും ദൈവികാര്യങ്ങളെ, ദൈവനിന്ദയുടെ പാപങ്ങളും ദൈവനിഷേധത്തിന്റെ പാപങ്ങളും ആത്മീയ കാര്യങ്ങൾ വില കൊടുക്കാതെ, സന്ധ്യാപ്രാർത്ഥനയില്ലാതെ, ആണ്ടുകുമ്പസാരയില്ലാതെ നിന്റെ കുടുംബം അശുദ്ധമാക്കപ്പെട്ടിരിക്കുകയാണോ? മദ്യവും ലഹരി പദാർത്ഥങ്ങളും യഥേഷ്ടം വെച്ച് വിളമ്പുന്ന ഒരു കുടുംബമാണോ നിന്റെ കുടുംബം? നിന്റെ കുടുംബമാകുന്ന പാളയം അശുദ്ധമാണ്, സംശയം വേണ്ട. ദൈവത്തിന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാ. പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊന്ന് ചിന്തിച്ചേ, നിന്റെ ശരീരമാകുന്ന പാളയം, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഈ ശരീരമാകുന്ന പാളയത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികളും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? മദ്യപാനം, ലഹരി പദാർത്ഥങ്ങൾ, വ്യഭിചാരം, ദുർവൃത്തി, സ്വയംഭോഗം, സ്വർഗഭോഗം ഇത്യാദി പാപങ്ങൾ നിന്റെ കുടുംബത്തിലുണ്ടോ? എങ്കിൽ ഉറപ്പ് നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കപ്പെടുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടത് മക്കളെ, ബന്ധനങ്ങളാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്യുന്ന ഏതെങ്കിലും പാപത്തിന്റെ അല്ലെങ്കിൽ അതിനെ ഓർത്ത് ഓടി നടക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ ആദ്യം വിശുദ്ധീകരിക്കുക, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. എനിക്കറിയാം അനേക അനുഭവങ്ങൾ. ഞാൻ ഒരിക്കലും മൂക്കിൻ്റെ ഒരു കൺവെൻഷൻ നടത്തുകയാണ് പ്രിയപ്പെട്ടവരെ. കൺവെൻഷൻ നടത്തുന്ന സമയത്ത് ഒരു സുഹൃത്ത് 4-ാം ദിവസം സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വിദേശത്ത് ജോലിയായി കടന്നു വന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, 3 വർഷമായി എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഇവിടെ വന്നു. എനിക്കിങ്ങനെ വലിയ കൈയടിക്കുന്നതും പാട്ട് പാടുന്നതും കൺവെൻഷൻ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ വീട് ഈ സ്കൂളിൻ്റെ തൊട്ട് പിന്നാമ്പുറത്താണ്. ഞാൻ അതുകൊണ്ട് എൻ്റെ ഭാര്യ മക്കളെയൊക്കെ ഞാൻ വിടും. എനിക്ക് ഇത്രയും വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും ആദ്യത്തെ ദിവസം കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു കൺവെൻഷനൊക്കെ നന്നാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2-ാം ദിവസം ആ റോഡിൻ്റെ ഇപ്പുറത്തുള്ള വരാന്തയിൽ ഒരു കടയിൽ നിന്ന് കുറച്ച് സമയം വചനം കേട്ടു. 3-ാമത്തെ ദിവസം എനിക്ക് താല്പര്യം തോന്നി, ഞാൻ ആ ഗ്രൗണ്ടിൽ വന്നിരുന്ന് വചനം കേട്ടു. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പാപമല്ല എന്ന് ചിന്തിച്ചു വെച്ച പല കാര്യങ്ങളും പാപമാണെന്നും ഒരു നല്ല കുമ്പസാരം നടത്തണമെന്നും ഞാൻ ആഗ്രഹിച്ചു. ആ സുഹൃത്ത് പറയാണ്, എൻ്റെ ഭാര്യ ഇപ്പോഴും കുമ്പസാരിക്കാൻ ക്യൂ നിൽക്കുകയാണ്. ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കുമ്പസാരം നടത്തിയിട്ട് 8 വർഷമായി. ഞാൻ കുമ്പസാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം എൻ്റെ മൊബൈലിൽ വന്ന മെസ്സേജ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. 1 മാസം മുന്നേ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് നല്ലൊരു ജോലിയാണ്, കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ ചോദിച്ചിട്ട് റിപ്ലൈ ഒന്നും അയക്കാതെ അത് ഉപേക്ഷിച്ച കേസായിരുന്നു. അതിൽ വന്ന മെസ്സേജ് എന്നറിയാമോ? ആ മെസ്സേജ്, തങ്ങൾക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡി ആയിരിക്കുന്നു, വിസ റെഡി ആയിരിക്കുന്നു, 15 ദിവസത്തിനുള്ളിൽ പോകാൻ ഒരുങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ആ കമ്പനിയുടെ അദ്ദേഹം അവിടെ സാക്ഷ്യപ്പെടുത്തി. എൻ്റെ പാപങ്ങൾ ഞാൻ ഈ കുമ്പസാരക്കൂട്ടിൽ ഞാൻ ഏറ്റുപറഞ്ഞ് ഉപവസിച്ച് പുറത്തിറങ്ങിയ ആ സമയത്ത് ദൈവം എൻ്റെ തടസ്സം മാറ്റി, എൻ്റെ ബന്ധനം മാറ്റി. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷം, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു ദൈവ പൈതലിന് വിടുതൽ കൊടുക്കുന്ന ഏറ്റവും വലിയ കൂദാശയായ വിശുദ്ധ കുമ്പസാരത്തിനെതിരെ ഇന്ന് പടവാളവുമിക്കൊണ്ട് സാത്താൻ ഇന്ന് പല വ്യക്തികളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ നാളിൽ ഒരു സുഹൃത്ത് ഞാൻ പറയുന്നത് കേട്ടു, അച്ഛാ, ഇപ്പോ അച്ഛന്മാരെ കുറിച്ച് കേൾക്കുന്ന കുറെ കാര്യങ്ങൾ കേട്ടപ്പോ എനിക്ക് കുമ്പസാരിക്കാനുള്ള താല്പര്യം നിർത്തി. എന്തിനാച്ചാ കുമ്പസാരിക്കുന്നത്? പൊന്നുമക്കളെ, തെറ്റിദ്ധരിക്കരുതേ.
തെറ്റിദ്ധരിക്കരുതേ. ആത്മാർത്ഥമായി ഒരിക്കലെങ്കിലും തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ ഒരു ദൈവത്തിൽ അനുഭവിച്ചിരിക്കുന്ന സന്തോഷം ഈ ലോകത്തിൽ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. പാപഭാരവുമായി കടന്നു എന്ന് ആ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞ് ചെയ്യുന്ന ആ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ കിട്ടുന്ന വിടുതൽ, സൗഖ്യം എത്രമാത്രമാണെന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അനുഭവിച്ചവർ മാത്രമേ അറിയാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ കുമ്പസാരം വേണ്ടെന്ന് വെക്കാനും കുമ്പസാരം നമ്മളെ മാറ്റി നിർത്താനും പിശാചിന്ന് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും പരിശ്രമിക്കുമ്പോൾ ഓർത്തോ, നമ്മളെ കൂടുതൽ കൂടുതൽ ബന്ധനത്തിലേക്ക് വിടുവിക്കാൻ പിശാചിന്റെ ഒരു തന്ത്രമാണിത്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷം, ഹല്ലേലൂയ. തമ്പുരാന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിയമാവർത്തന പുസ്തകം 23:14 നിന്നെ സംരക്ഷിക്കുവാനും നിന്റെ ശത്രുക്കളെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുവാനുമായി നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമല്ലാത്തത് എന്തെങ്കിലും കണ്ട് അവിടെ നിങ്ങളുടെ പാളയം വിട്ടകന്നു പോകാതിരിക്കാൻ നിന്റെ പാളയത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പിടിച്ച മക്കളെ, ഈ പ്രഭാതത്തിൽ കേട്ട വചനം ഓർക്കാം. ദൈവം നൽകുന്ന 2 പാളയങ്ങളാണ് കുടുംബമാകുന്ന പാളയം, ശരീരമാകുന്ന പാളയം. ഈ ശരീരവും കുടുംബവുമാകുന്ന പാളയത്തിലുണ്ടാകുന്ന പാപപ്രവൃത്തികൾ, ശുചിത്വമല്ലാത്ത വസ്തുക്കൾ. ജോഷുവ പ്രവചനം 7:13 നിഷിദ്ധമായത് എന്തെങ്കിലും കണ്ട് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയം വിട്ടകന്നു പോകാതിരിക്കാൻ നീ ആ പാളയത്തെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. കണ്ണുകടച്ച്, ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പലതവണ എൻ്റെ കുടുംബമാകുന്ന പാളയത്തെ അശുദ്ധമാക്കുന്ന ഒത്തിരി പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അറിവില്ലായ്മ കൊണ്ട് വന്നു പോയതാണ് പലതും. പലപ്പോഴും ഇതൊന്നും കുഴപ്പമില്ലാന്ന് ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ശരീരമാകുന്ന പാളയത്തിൽ അശുദ്ധിയുണ്ട്. സക്കേവൂസിന്റെ ജീവിതത്തിൽ അന്യായമായി സമ്പാദിച്ച സ്വത്തും അന്യായമായി നേടിയെടുത്ത നേട്ടങ്ങളെല്ലാം അവന് തകർച്ചയായി. എന്ന് അവൻ ഉപേക്ഷിക്കാൻ തയ്യാറായോ, ആ കുടുംബം രക്ഷിക്കപ്പെട്ടു. നിന്റെ കുടുംബത്തിൽ മറ്റുള്ളവരുടെ കണ്ണീര് വീഴിക്കുന്ന സ്വത്ത് വന്നിരിപ്പുണ്ടോ? ബ്ലേഡ് പലിശ, കൊള്ളപ്പലിശ, വച്ചിച്ചും തെറ്റിച്ചും പറ്റിച്ചെടുത്ത കാശ് നിന്റെ വീട്ടിലുണ്ടോ? നിന്റെ കുടുംബമാകുന്ന പാളയത്തിൽ 1-ാം പ്രമാണ ലംഘനം നടത്തപ്പെട്ടിട്ടുണ്ടോ? നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയം വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാക്കുന്നതിന് പകരം പാപത്തിനും തിന്മയ്ക്കും നീ ഏൽപ്പിച്ചു കൊടുത്തോ? എങ്കിൽ തമ്പുരാനെ എളിമപ്പെട്ട് പ്രാർത്ഥിക്കും. ഈശോയെ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായ കുമ്പസാരം നടത്താൻ ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹ പ്രാപി തടസ്സമായി നിൽക്കുന്ന കെട്ട് കഴിയാൻ വേണ്ടി